നേരത്തെ കറികളൊക്കെ കാണിച്ചു തന്നില്ലേ, പക്ഷെ എന്തോ ഒരു ഗുമ്മ കിട്ടുന്നില്ല ഫുഡേക്ക്. ഇപ്പൊ സമയം 3:30 ആയിട്ടുണ്ടാവും. അപ്പൊ ഞാനിവിടെ കുറച്ച് സാധനങ്ങളങ്ങ് അരിഞ്ഞു പെറുക്കി വെച്ചിട്ടുണ്ട്. എന്താ ഉണ്ടാക്കുന്നത് ഞാൻ കാണാം. അതെ ഗൈസ്, അതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് എന്റേതായ സ്പെഷ്യൽ എന്തേലും വേണം. അപ്പൊ അതുണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു സവാള, ഒരു പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ടയിനകത്ത് കുരുമുളക് മാത്രം ഒട്ടിച്ചൊന്ന് പൊട്ടിച്ചട വെച്ചിട്ടുണ്ട്. പിന്നെ പാൻ ചൂടായി എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാരണം വെച്ചാൽ ഉള്ളിൽ ഉരുളക്കിഴങ്ങ് നല്ല അത്യാവശ്യം വെള്ളത്തിനെ കണ്ടന്റ് അധികമാണ്. അപ്പോൾ മേത്തൊക്കെ പൊട്ടി തെറിച്ച് മുഖം ആകെ വികൃതമാകും. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യാം. അങ്ങനെ അതൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് നമ്മൾ വാട്ടിയെടുക്കുക വെച്ചേട്ടാ. അതായത് വഴറ്റിയെടുക്കുക ചെയ്യുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കും. അപ്പോഴത്തേന് ഇത് ഒരു വേഗത്തിൽ വേവും കേട്ടോ. ഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ വേഗത്തിൽ വേവും. പിന്നെ ഇതിൽ നമ്മൾ ആവശ്യത്തിന് മഞ്ഞപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മളെ ടേസ്റ്റിന് ആവശ്യമായ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ആ മഞ്ഞപ്പൊടിയുടെ കുത്ത് മാറുന്നവരെ നല്ലോണം ഇളക്കുക. എന്നിട്ട് ഒരു 1/2 സ്പൂണ് ചിക്കൻ മസാലയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചിക്കൻ മസാല ഇട്ട് വെച്ചിട്ടാക്കുന്നതിന്. പിന്നെ ഒരു കുഞ്ഞു നുള്ള് നമ്മൾ തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ഇടുമ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമാണ് ഈ ഒരു സാധനത്തിൽ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കി, വേറെ ഒന്നും വേണ്ട ചോറുന്നാൽ ഇത് മാത്രം മതി. എന്നിട്ട് ഇതിൻ്റെയൊക്കെ മച്ചമണവും വേവാനും ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് അടച്ച് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതാ മുട്ടയും കുരുമുളകും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു കുഴി കുത്തിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഈ മസാല അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ സെറ്റ് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുക. അപ്പോൾ അത് വേവും ചെയ്യും, അധികം വെള്ളം പോലെ ആവത്തില്ല. ഞാൻ ഒരു സ്പൂണ് വെള്ളം ഒഴിക്കും കേട്ടോ മുട്ടയിൽ. കാരണം മുട്ട മാത്രം ഇത് എനിക്ക് ഇഷ്ടമല്ല. അതിനകത്ത് ഒരു സ്പൂണ് പച്ചവെള്ളം കൂടി ഒഴിക്കണം, എന്നാലേ എനിക്കത് ഇഷ്ടമുള്ളൂ അതിന് തിന്നാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് സെറ്റാക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്.